പുരാതന യോഗയുടെ ഒരു കാലാതീതമായ ജ്ഞാനം, പിന്നെ ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ശക്തി. ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ടും തമ്മിൽ എന്ത് ബന്ധമെന്ന് തോന്നാം, അല്ലേ? ശരിയാണ്. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ പോലെ. എന്നാൽ വ്യക്തിഗത നൈപുണ്യ വികസനത്തിനും ഒരു സമഗ്രമായ ജീവിതത്തിനും വേണ്ടി ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമോ? നിങ്ങൾ പങ്കുവച്ച ഈ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയാലോ? തീർച്ചയായും. അതൊരു രസകരമായ ചിന്തയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയെക്കുറിച്ചാണ്. അതിന്റെ ഒരു അന്തസത്ത, പിന്നെ KCB ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് അക്കാദമി അവർ എങ്ങനെയാണ് ഈ പുരാതന തത്വങ്ങളെ ഇന്നത്തെ ജീവിത നൈപുണ്യങ്ങളുമായും AI സാങ്കേതിക വിദ്യയുമായും ഒക്കെ ബന്ധിപ്പിക്കുന്നത് എന്നും നോക്കാം. അതെ. അപ്പോ നമ്മുടെ കയ്യിലുള്ളത് അഷ്ടാംഗ യോഗയുടെ 8 അംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. പിന്നെ KCBന്റെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, യോഗയാണ് ജീവിതത്തിന്റെ A മുതൽ Z വരെ എന്നത്. A to Z ഫ്രെയിംവർക്ക്. അതെ, അവരുടെ ആ ഒരു പ്രത്യേക പഠന ചട്ടക്കൂട്, പിന്നെ AI എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ പഴയകാല അറിവും ഏറ്റവും പുതിയ ടെക്നോളജിയും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാമെന്ന് നോക്കുക. ശരിയാണ്. അതായത് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഇത് പുതിയ വാതിലുകൾ തുറന്നു തരുമോ? യോഗയുടെ തത്വങ്ങൾ KASIV എങ്ങനെയാണ് ഒരു പ്രായോഗിക രൂപരേഖയാക്കി ആ A to Z ഫ്രെയിംവർക്ക് ആക്കി മാറ്റുന്നത്? AI ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇതിന്റെയൊക്കെ ഒരു കാതൽ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വളരെ നന്നായി പറഞ്ഞു. അപ്പോ നമുക്ക് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. യോഗയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണല്ലോ. അതെ, മനസ്സിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുക എന്നത്. അതിലേക്കുള്ളൊരു വഴിയാണ് ഈ അഷ്ടാംഗ യോഗ, അല്ലെ? 8 അംഗങ്ങളുള്ള ഒരു പാത. നമുക്ക് ആദ്യത്തെ 2 എണ്ണത്തിൽ നിന്ന് തുടങ്ങാം. യമവും നിയമവും. ഇവ രണ്ടും ഒരു ധാർമ്മിക അടിത്തറ നൽകുന്നവയാണല്ലോ. തീർച്ചയായും. യമവും നിയമവും ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. പുറമേയും അകമേയുമുള്ള ശുദ്ധി. യമം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ നിയന്ത്രിക്കുന്ന 5 അടിസ്ഥാന നിയമങ്ങളാണ്. അതെ. നിങ്ങളുടെ വിവരങ്ങൾ അനുസരിച്ച് അതിൽ വരുന്നത് അഹിംസ, അതായത് ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. പിന്നെ സത്യം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത. അതെ. പിന്നെ അസ്ഥേയം, മോഷ്ടിക്കാതിരിക്കുക, അർഹതയില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കുക. ബ്രഹ്മചര്യം, അതായത് ഊർജത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, ഒരു ആത്മനിയന്ത്രണം. അവസാനമായി അപരിഗ്രഹം, അത്യാഗ്രഹം ഉപേക്ഷിക്കുക, ആവശ്യത്തിൽ കൂടുതൽ വേണ്ടെന്ന് വെക്കുക, വിനയം കാണിക്കുക. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളെ ബഹുമാനിക്കാൻ കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഈ ബ്രഹ്മചര്യം എന്ന വാക്ക് അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കേവലം ലൈംഗിക നിയന്ത്രണം എന്നതിനപ്പുറം ഊർജത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നൊരു വലിയ അർത്ഥം യോഗ ഇതിന് നൽകുന്നുണ്ടോ? തീർച്ചയായും. യോഗശാസ്ത്രത്തിൽ ബ്രഹ്മചര്യം എന്നതിന് വളരെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. എല്ലാത്തരം ഊർജങ്ങളെയും, അത് ശാരീരികമാവാം, മാനസികമാവാം, വൈകാരികമാവാം, പാഴാക്കാതെ ഒരു ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ശരി. അതുപോലെ അപരിഗ്രഹം, ഇന്നത്തെ ഈ കൺസ്യൂമർ കൾച്ചറിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? വളരെ പ്രസക്തമാണ്. ആവശ്യവും ആഗ്രഹവും തമ്മിൽ തിരിച്ചറിയാനും ഈ ഭൗതിക വസ്തുക്കളോടുള്ള ഒരു അമിതമായ ആസക്തി കുറയ്ക്കാനും ഇത് സഹായിക്കും. ഒരു ലാളിത്യം, ഒരു ആന്തരിക സംതൃപ്തി, അതിലേക്കാണ് ഇത് നയിക്കുന്നത്. ശരി. ഇനി നിയമ, അതായത് വ്യക്തിഗത ചിട്ടകളിലേക്ക് വന്നാലോ? ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇവയൊക്കെയാണല്ലോ പ്രധാനം. അതെ. ശൗചം അത് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയാണ്. ശരീരം, വാക്ക്, ചിന്തകൾ ഒക്കെ ശുചിയായിരിക്കുക. സന്തോഷം, എല്ലാ അവസ്ഥയിലും ഒരു സംതൃപ്തി കണ്ടെത്തുക. തപസ് എന്നാൽ ഒരു ആത്മശിക്ഷണം, ദൃഢനിശ്ചയം, കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സ്വാധ്യായം, സ്വയം പഠനം. പഠിക്കുന്നത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ് പ്രധാനം. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ ഒക്കെ നിരീക്ഷിക്കുക, വിലയിരുത്തുക, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുക. ഇതെല്ലാം സ്വാധ്യായത്തിന്റെ ഭാഗമാണ്. അവസാനമായി ഈശ്വര പ്രണിധാനം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പ്രകൃതിക്ക് സമർപ്പിക്കുക എന്നൊരു മനോഭാവം. ഈ യമനിയമങ്ങൾ എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് കാസീവ് അവരുടെ ആ A മുതൽ Z വരെയുള്ള ചട്ടക്കൂട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അത് രസകരമായി തോന്നുന്നു.
നിങ്ങളുടെ വിവരങ്ങൾ നോക്കുമ്പോൾ ഈ 30 തത്വങ്ങളിൽ പലതും യമനിയമങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവയാണെന്ന് കാണാം. ഉദാഹരണത്തിന് ബി ഫോർ ബിലീഫ്, വിശ്വാസം, എച്ച് ഫോർ ഓണസ്റ്റി, സത്യസന്ധത. ഇത് യമത്തിലെ സത്യം പോലെ തന്നെയുണ്ട്. മാറ്റുകയാണ്. അതെങ്ങനെ? ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ സത്യം എന്ന യമതത്വം, അത് കക്യാജീവിൽ ഓണസ്റ്റി എച്ച് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സി എന്ന നൈപുണ്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓ ശരിയാണ്, ആശയവിനിമയത്തിൽ സത്യസന്ധത പ്രധാനമാണല്ലോ. തീർച്ചയായും, വ്യക്തിബന്ധങ്ങളിലും ജോലിസ്ഥലത്തുമൊക്കെ അത്യാവശ്യമാണ്. അതുപോലെ തപസ് എന്ന നിയമതത്വം, അത് കക്യാജീവിലെ എ ഫോർ ആക്ഷൻ പ്രവൃത്തി, ഡി ഫോർ ഡിസിപ്ലിൻ അച്ചടക്കം, പി ഫോർ പെർസിവറൻസ് സ്ഥിരോത്സാഹം, ഇതുമായിട്ടൊക്കെ ചേർന്നു പോകും. അപ്പോ യോഗയുടെ ധാർമ്മിക അടിത്തറയെ പ്രാക്ടിക്കൽ സ്കിൽസ് ആക്കി മാറ്റുന്നു. അതെ, വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് വേണ്ട ടൂൾസ് ആക്കുകയാണ്. ഓരോ ദിവസവും ഓരോ തത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി അതൊരു ശീലമാക്കി മാറ്റാനും സഹായിക്കുന്നു. ഇവ രണ്ടും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു അല്ലേ? അതെ. ആസനം, യോഗ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന ചിത്രം ഒരുപക്ഷെ ഇതായിരിക്കും. പക്ഷെ ഇത് വെറും വ്യായാമമല്ലല്ലോ. സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുന്നത്. സുഖകരവും സ്ഥിരതയുള്ളതുമായ ഒരു അവസ്ഥ. ശരിയാണ്. ആസനങ്ങൾ ശാരീരിക ആരോഗ്യത്തിനും വഴക്കത്തിനും അപ്പുറം മാനസികമായ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ശരീരം ഇങ്ങനെ അസ്വസ്ഥമായിരുന്നാൽ മനസ്സിന് ഏകാഗ്രമാകാൻ പറ്റില്ല. ശരിയാണ്. അപ്പോ ആസനങ്ങളിലൂടെ ശരീരത്തിനൊരു സ്ഥിരതയും ഉറപ്പും കിട്ടുമ്പോ മനസ്സ് തനിയെ ശാന്തമാകും, ഏകാഗ്രത കിട്ടാൻ എളുപ്പമാകും. നിങ്ങളുടെ വിവരങ്ങൾ പറയുന്ന പോലെ ഇത് ശരീരത്തിലെ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് വിടാനും സഹായിക്കുന്നുണ്ട്. ശാരീരിക പരിമിതികൾ ചിലപ്പോഴൊരു തടസ്സമായി തോന്നിയേക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. തോന്നാം. പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ ഘടനയെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടാണ് ആചാര്യന്മാരിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശരീരത്തെയും മനസ്സിനെയും ധ്യാനം പോലുള്ള ഉയർന്ന യോഗാഭ്യാസങ്ങൾക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ KSEVന്റെ A to Z എങ്ങനെ വരുന്നു? ഒരുപക്ഷെ H ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ P ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ആവുമോ? തീർച്ചയായും. KSEVയിലെ H ഫോർ ഹെൽത്ത്, പിന്നെ N ഫോർ നാച്ചുറൽ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതം ഒക്കെ ആസനങ്ങളുടെ ശാരീരിക ഗുണങ്ങളുമായി ബന്ധമുണ്ട്. എന്നാൽ F ഫോർ ഫോക്കസ്, ഏകാഗ്രത പോലുള്ളവ ആസനത്തിലൂടെ കിട്ടുന്ന മാനസിക സ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. AIയുടെ സാധ്യതകൾ ഇവിടെയുണ്ടോ? ആസനങ്ങൾ ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ AI സഹായിക്കുമോ? അതിനുള്ള സാധ്യത വളരെ വലുതാണ്. നിങ്ങളുടെ വിവരങ്ങൾ പ്രകാരം KSEV ഒരുപക്ഷെ അംഗങ്ങളുടെ യോഗാസന പരിശീലനം നിരീക്ഷിക്കാനും പോസ്ചർ കറക്റ്റ് ചെയ്യാനും ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ AI ടൂളുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഒരു വെർച്വൽ യോഗ ഇൻസ്ട്രക്ടറെ പോലെ. അതെ, ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥ അനുസരിച്ച് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും പുരോഗതി ട്രാക്ക് ചെയ്യാനും ഒക്കെ AI സഹായിച്ചേക്കും. അത് കൊള്ളാം. ഇനി പ്രാണായാമം, ശ്വാസനിയന്ത്രണം, ഇത് യോഗയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തോന്നുന്നു. മനസ്സും ശ്വാസവും പരസ്പരം പൂരകങ്ങളാണെന്ന് പറയാറുണ്ടല്ലോ. അതെ, അന്യോന്യം രഥസാരഥി എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ സ്ട്രെസ് നിറഞ്ഞ ജീവിതത്തിൽ ശ്വാസം നിയന്ത്രിക്കുന്നത് മനസ്സിനെ എങ്ങനെയാണ് ശാന്തമാക്കുന്നത്? നമ്മുടെ വൈകാരികാവസ്ഥ നമ്മുടെ ശ്വാസഗതിയെ നേരിട്ട് ബാധിക്കും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ശ്വാസം വേഗത്തിലാവും, ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം പതിയെയും ആഴത്തിലുമാവും. ശരിയാണ്. പ്രാണായാമം ഈ ബന്ധത്തെ തിരിച്ചും ഉപയോഗിക്കുന്നു. ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ, അതായത് പൂരകം ശ്വാസമെടുക്കൽ, കുംഭകം ഉള്ളിൽ നിർത്തൽ, രേചകം പുറത്തുവിടൽ, മനസ്സിനെയും വികാരങ്ങളെയും ശാന്തമാക്കാൻ പറ്റും. ഇത് ഞരമ്പുകളെ ശാന്തമാക്കുമോ? അതെ, നാഡീവ്യവസ്ഥയെ സന്തുലിതമാക്കും, ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടും, ഊർജ്ജനില മെച്ചപ്പെടുത്തും. നിങ്ങളുടെ വിവരങ്ങളിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ശരീരഭാരം നിയന്ത്രിക്കുക, ശ്വാസകോശ ശേഷി കൂട്ടുക, രക്തചംക്രമണം മെച്ചപ്പെടുത്തുക, ദഹനം കൂട്ടുക, ബ്രെയിൻ സെൽസിനെ പുനരുജ്ജീവിപ്പിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഉത്കണ്ഠ പരിഭ്രാന്തിയൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഈ ഗുണങ്ങളെ KSEV എങ്ങനെയാണ് അവരുടെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്?
മാനസികാരോഗ്യം പോലുള്ളവ. കാസിവിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മാനസിക ശാരീരിക ആരോഗ്യം ഉറപ്പാക്കുക എന്നതാണ്. പ്രാണായാമം അതിന് നേരിട്ട് സഹായിക്കും. അവരുടെ A to Z ചട്ടക്കൂടിലെ R for റിലാക്സേഷൻ, S for സ്ട്രെസ് മാനേജ്മെന്റ്, M for മാനേജ്മെന്റ്, സമയ ഊർജ നിയന്ത്രണം ഒക്കെ പ്രാണായാമത്തിന്റെ ഗുണങ്ങളുമായി ചേർന്നു പോകുന്നുണ്ട്. AI-ക്ക് ഇവിടെ എന്തെങ്കിലും റോളുണ്ടോ? ഒരുപക്ഷെ ശ്വാസം നിരീക്ഷിക്കാനോ സ്ട്രെസ് ലെവൽ അളക്കാനോ? തീർച്ചയായും സാധ്യതയുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ചിലപ്പോൾ AI അധിഷ്ഠിത ആപ്പുകളോ ഡിവൈസുകളോ ഉപയോഗിച്ച് ആളുകളുടെ ശ്വാസം നിരീക്ഷിക്കാനും ഹൃദയമിടിപ്പ് പോലുള്ള ബയോമെട്രിക് ഡേറ്റ വെച്ച് സ്ട്രെസ് ലെവൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രാണായാമ പരിശീലന പരിപാടികൾ നിർദ്ദേശിക്കാനും സാധിക്കും. പുരോഗതി ട്രാക്ക് ചെയ്യാനും പറ്റും. കൊള്ളാം. അപ്പോ യോഗയുടെ കുറച്ചുകൂടി ആന്തരികമായ തലങ്ങളിലേക്ക് പോകാം. പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ പുറമേയുള്ള കാര്യങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് വലിക്കുക. അതെ, ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. എപ്പോഴും നോട്ടിഫിക്കേഷൻസ്, ഡിസ്ട്രാക്ഷൻസ്. എങ്ങനെയാണിത് സാധ്യമാക്കുന്നത്? പ്രത്യാഹാരം എന്ന് പറയുന്നത് ഒരു നിർബന്ധിച്ച് പിൻവലിക്കലല്ല. അതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സ്വാഭാവികമായും പുറം ലോകത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പ്രത്യാഹാരം പരിശീലിക്കുന്നതിലൂടെ ഈ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ച് ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കാൻ പഠിക്കുകയാണ്. ഇത് മനസ്സിനെ പുറമേയുള്ള അലച്ചിലുകളിൽ നിന്ന് മോചിപ്പിക്കും. ധാരണയ്ക്കും ധ്യാനത്തിനും വേണ്ടി തയ്യാറാക്കും. നിങ്ങളുടെ വിവരങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക ആശയം മനസ്സിൽ വരുമ്പോൾ ചിന്തകൾ അതിർവരമ്പുകൾ ലംഘിച്ച് പുതിയ ലോകത്തേക്കെത്തും എന്ന്. അതെ, ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഒരു ആന്തരിക ലോകം തുറക്കപ്പെടും. പതഞ്ജലി മഹർഷി 2500 വർഷം മുമ്പ് പറഞ്ഞ ഈ തത്വം ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസക്തമാണ്. ഇത് KZDവൈന്റെ F ഫോക്കസ് എന്ന തത്വവുമായി നേരിട്ട് ബന്ധമുണ്ടല്ലേ? തീർച്ചയായും. പുറമെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതരാതെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. അത് പഠനമായാലും ജോലിയായാലും. ഇന്നത്തെ ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. പ്രത്യാഹാരം നമ്മളെ ധാരണയിലേക്കും ധ്യാനത്തിലേക്കും നയിക്കുന്നു എന്ന് പറഞ്ഞു. ധാരണ എന്നാൽ ഏകാഗ്രത, മനസ്സിനെ ഒരൊറ്റ കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ധ്യാനം ആ ഏകാഗ്രതയുടെ തടസ്സമില്ലാത്ത ഒഴുക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി വ്യക്തമാക്കാമോ? ധാരണ എന്ന് പറയുന്നത് ഏകാഗ്രതയ്ക്കുള്ള ഒരു ശ്രമമാണ്. മനസ്സ് സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ധാരണയിൽ നമ്മൾ അതിനെ ബോധപൂർവം തിരിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതൊരു മന്ത്രമോ രൂപമോ അല്ലെങ്കിൽ ശ്വാസം തന്നെയോ ആകാം. ഓഹോ. ഈ ശ്രമം തുടർച്ചയായി വിജയിക്കുമ്പോൾ മനസ്സ് ആ ലക്ഷ്യത്തിൽ തനിയെ ഒരു പ്രയത്നവുമില്ലാതെ ഒഴുകിത്തുടങ്ങും. അതാണ് ധ്യാനം. ധാരണയിൽ ഒരു ചെയ്യലുണ്ട്, ധ്യാനത്തിൽ ഒരു ആയിത്തീരലാണ്. അനുഭവിച്ചറിയേണ്ട ഒന്നാണെന്ന് പറയുന്നുണ്ട്. അതെ, ധ്യാനം വിവരണാതീതമാണ്. നിശബ്ദമായിരുന്ന് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇത് സ്വയം അറിയാനുള്ള വഴിയാണ്. പതുക്കെ ചിന്തകൾ കുറഞ്ഞ് ഒരു ആന്തരിക ശാന്തത അനുഭവപ്പെടാം. ഈ ധാരണയും ധ്യാനവും കാഷിവിന്റെ ചട്ടക്കൂടിൽ എങ്ങനെ വരുന്നു? AI-ക്ക് ധ്യാനത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? കാഷിവിന്റെ F ഫോക്കസ് ധാരണയുമായി നേരിട്ട് ബന്ധമുണ്ട്. W for വിസ്ഡം, അനുഭവജ്ഞാനം എന്നത് ധ്യാനത്തിലൂടെ കിട്ടുന്ന ആന്തരിക അറിവും ഉൾക്കാഴ്ചയുമായി ബന്ധിപ്പിക്കാം. അതുപോലെ S for സെൽഫ് അവെയർനെസ്, സ്വയം അവബോധം. ശരിയാണ്. AI-യുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വിവരങ്ങൾ അനുസരിച്ച് ധ്യാനത്തിന്റെ പുരോഗതി അളക്കാൻ സഹായിക്കുന്ന AI ടൂളുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ബ്രെയിൻ വേവ് നോക്കുന്ന ഹെഡ് ബാൻഡുകൾ, ശ്വാസവും ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങളും HRV ട്രാക്ക് ചെയ്യുന്ന ആപ്പുകൾ. ഇവയൊക്കെ വ്യക്തിഗത ഫീഡ്ബാക്ക് തന്ന് ധ്യാനം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. കാഷ്യു ഒരു പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അഷ്ടാംഗ യോഗയുടെ അവസാനത്തെ പടി സമാധിയാണ്, ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു അവസ്ഥ. ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കുന്ന വസ്തുവും ധ്യാന പ്രക്രിയയും ഒന്നായി മാറുന്ന ഒരവസ്ഥ. ഇതെങ്ങനെയാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്? സമാധി യോഗയുടെ പരമമായ ലക്ഷ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ അനുഭവങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു ബോധാവസ്ഥയാണ്. വ്യക്തിബോധം പ്രപഞ്ചബോധത്തിൽ ലയിക്കുന്ന ഒരവസ്ഥ.
ഞാൻ, എന്റേത് എന്നതൊക്കെ ഇല്ലാതാവുന്നു. അതെ, ആ വേർതിരിവുകൾ ഇല്ലാതാവുന്നു. നിങ്ങളുടെ വിവരങ്ങൾ പറയുന്നത് പോലെ ഇത് കാലത്തിനും ദേശത്തിനും കാരണത്തിനും ഒക്കെ അതീതമാണ്. ഒരു പൂർണ്ണതയുടെ അവസ്ഥ വാക്കുകൾക്ക് അതീതമാണ്. രാജയോഗത്തിലൂടെ എത്തിച്ചേരാവുന്ന അവസാന ലക്ഷ്യം. ഈ ഒരു ഉയർന്ന അവസ്ഥയെ KSIV എങ്ങനെയാണ് അവരുടെ പ്രായോഗിക ചട്ടക്കൂടിൽ ഉൾക്കൊള്ളുന്നത്? ഒരുപക്ഷെ അവരുടെ Z for Zeal, ഉത്സാഹം ആണോ ഇത്? അല്ലെങ്കിൽ ആ ലൈഫ് ലൈൻ എന്ന ആശയത്തിന്റെ അന്തിമ ലക്ഷ്യമാണോ? സമാധി എന്ന അവസ്ഥയെ നേരിട്ടൊരു സ്കില്ലായി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിലേക്ക് നയിക്കുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും KSIVന്റെ ചട്ടക്കൂടിൽ കാണാം. Z for Zeal എന്നത് ജീവിതത്തോടുള്ള ഒരു ഉത്സാഹം, പൂർണ്ണതയോടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. ഇത് സമാധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാകാം. ലൈഫ് ലൈൻ എന്നതിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. അതെ, കസീവെ യോഗയെ ഒരു ലൈഫ് ലൈനായി കാണുന്നു. ലേണിംഗ്, ഇൻട്രസ്റ്റ്, ഫ്രെയിംവർക്ക്, എൻഡ് എന്നിവ ലവ്, ഇൻസൈറ്റ്, നാച്ചുറൽ, എൻജോയബിൾ എന്നതിലേക്ക് നയിക്കുന്നു. ഈ യാത്രയുടെ ഒരു അന്തിമ ലക്ഷ്യം ഒരു പക്ഷേ സമാധിയിലൂടെ കിട്ടുന്ന ആ പൂർണ്ണതയും ആന്തരിക സ്വാതന്ത്ര്യവും ഒക്കെ ആവാം. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗ എന്ന ശക്തമായ ഒരു ചട്ടക്കൂടാണ്. അതിലെ ഓരോ ഘടകവും വ്യക്തിഗത വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കുന്നുവെന്നും കണ്ടു. അതെ, കസീവയാകട്ടെ ഈ പുരാതന ജ്ഞാനത്തെ എടുത്ത് യോഗയാണ് ജീവിതത്തിന്റെ A മുതൽ Z വരെ എന്നൊരു തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നത്തെ കാലത്തിന് വേണ്ട നൈപുണ്യങ്ങളാക്കി മാറ്റുന്നു. ശരിയാണ്. AI എന്ന സാങ്കേതിക വിദ്യ ഈ പ്രക്രിയയെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, വ്യക്തിഗതമാക്കുന്നു എന്നും നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങളുടെ വിവരങ്ങൾ പ്രകാരം കസീവന്റെ സ്ഥാപകൻ മോഹനകൃഷ്ണൻ MT ഒരു മുൻ സൈനികനും യോഗ പരിശീലകനുമാണ്. അതും ഒരുപക്ഷെ ഈ പ്രായോഗിക സമീപനത്തിന് കാരണമായിരിക്കാം. ആകാം. കാജുവിന്റെ ലക്ഷ്യങ്ങൾ ചിന്തിക്കുന്ന പൗരന്മാരെ ഉണ്ടാക്കുക, മാനസിക ശാരീരിക ആരോഗ്യം ഉറപ്പാക്കുക, തൊഴിൽ നൈപുണ്യം കൊടുക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ നേടാൻ യോഗയുടെ തത്വങ്ങളായ അച്ചടക്കം, സന്തുലിതാവസ്ഥ, ആത്മവിശ്വാസം, ഏകാഗ്രത ഇവയൊക്കെ എങ്ങനെ സഹായിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. AI ഇവിടെ ഒരു സഹായം മാത്രമാണോ? ഒരു സഹായിയുടെ റോളാണ് പ്രധാനമായും. വിവരങ്ങൾ ശേഖരിക്കാൻ, അതായത് സർവേകളിലൂടെ ആവശ്യങ്ങൾ കണ്ടെത്താൻ, വ്യക്തിഗത പഠന പാതകൾ ഉണ്ടാക്കാൻ, പുരോഗതി നിരീക്ഷിക്കാൻ, ചിലപ്പോൾ AI ഡാഷ്ബോർഡുകൾ ഉപയോഗിച്ച് സുതാര്യത ഉറപ്പാക്കാൻ, ഇതിനൊക്കെ AI സഹായിക്കുന്നു. പക്ഷെ അടിസ്ഥാനം എപ്പോഴും യോഗയുടെ തത്വങ്ങൾ തന്നെയാണ്. ടെക്നോളജി യോഗയെ മാറ്റി സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അതെ, കാര്യക്ഷമമായി എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോ ഈ ഒരു സമന്വയം പുരാതന യോഗ, ആധുനിക നൈപുണ്യ ചട്ടക്കൂട്, AI സാങ്കേതിക വിദ്യ വ്യക്തിഗത വളർച്ചയ്ക്ക് ഒരു പുതിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. തീർച്ചയായും. അപ്പോ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അഷ്ടാംഗ യോഗയിലെ ഏതെങ്കിലും ഒരു തത്വം, ഒരു പക്ഷേ അസ്ഥേയം, അർഹതയില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കുക എന്ന ധാർമ്മിക നിയമമോ, അല്ലെങ്കിൽ ധാരണ, ഏകാഗ്രത എന്ന മാനസിക അച്ചടക്കമോ, അല്ലെങ്കിൽ കാസിവിന്റെ A to Z ഒരാശയം, അതെ, U for അപ്ഗ്രഡേഷൻ, തുടർച്ചയായ മെച്ചപ്പെടുത്തൽ, അല്ലെങ്കിൽ K for നോളജ്, അറിവ് നേടൽ പോലുള്ള ഒന്ന് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ, അത് വ്യക്തിപരമോ തൊഴിൽപരമോ ആകട്ടെ, കൂടുതൽ ശ്രദ്ധയോടെ പ്രാവർത്തിക്കാൻ ശ്രമിച്ചാൽ എന്തു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ നമുക്ക് ആഴത്തിൽ ചിന്തിക്കാൻ ഒരു വിഷയം കൂടിയുണ്ട്. പതഞ്ജലി മഹർഷിയുടെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് AI പോലുള്ള ശക്തമായ സാങ്കേതിക വിദ്യകൾ. ശരിയാണ്. അപ്പോ യോഗയുടെ ആത്യന്തിക ലക്ഷ്യമായ ചിത്തവൃത്തി നിരോധം, മനസ്സിന്റെ ഈ അടങ്ങാത്ത ചലനങ്ങളെ നിയന്ത്രിക്കുക എന്നത്, അതിലേക്കെത്താൻ ഈ ടെക്നോളജികൾ നമ്മളെ ശരിയും സഹായിക്കുമോ? അതോ ഒരു പക്ഷേ പുതിയ ഡിസ്ട്രാക്ഷൻസ് ആയി മാറുമോ? അതെ, അതോ ശ്രദ്ധ തിരിക്കുന്ന പുതിയ ഉപാധികളായി മാറി ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ കൂടുതൽ അകറ്റുമോ? ഈ പുരാതന ജ്ഞാനവും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ ഒരു സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു?